80കളിൽ മലയാള സിനിമയിലെ ചെറുപ്പക്കാരെയൊക്കെ ത്രസിപ്പിച്ച ഒരു നടൻ ഇപ്പോൾ 2013 എത്തി നിൽക്കുന്നു. വീണ്ടും മലയാള സിനിമയിലെ അഭ്രപാളിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കൃഷ്ണേന്ദ്രൻ ചേട്ടന് ഇനി മുന്നോട്ടുള്ള അഭിനയ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, അങ്ങനെയൊന്നും ഒരു ഫ്യൂച്ചറിനെ പറ്റി പറയാനുള്ളൊരിത് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളൂ. കാരണം ഞാൻ അവസാനം അഭിനയം നിർത്തുമ്പോൾ 86-ലൊന്നും ഇപ്പോൾ പറഞ്ഞ ബിനോയ് പറഞ്ഞ ഈ മോണിറ്റർ എന്നുള്ള സംഭവമൊന്നും ഇല്ല. ഞങ്ങൾ അഭിനയിച്ച് കഴിയുമ്പോൾ അത് പ്രിൻ്റ് എടുത്ത് വന്നിട്ട് ഡബ്ബിങ് സമയത്ത് കാണുമ്പോഴാണ് നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ അബദ്ധങ്ങൾ എന്താണെന്നുള്ളതും അതെന്താണെന്നൊക്കെ നമ്മൾ അപ്പോഴേ അറിയുന്നുള്ളൂ. പക്ഷേ ഈ സിനിമ ചെയ്തപ്പോഴാണ് ഞാൻ അതിൽ അനുഭവപ്പെടുന്നത്. അതിന് മുമ്പേ ഒരു 8-10 വർഷമായിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഈ മോണിറ്ററൊക്കെ അല്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ അഭിനയിച്ച ഉടനെ തന്നെ നമ്മൾ ചെയ്ത സംഭവമായിട്ട് കാണുക. അപ്പോൾ അതിലിപ്പോൾ ബിനോയ് പറയും, ചേട്ടാ അത് ഇത്ര വേണ്ട, ഇത്ര വേണ്ടിയിരുന്നില്ല, നമുക്ക് ഒന്നുകൂടി എടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള അപ്പോൾ ആ ഒരു അത്രയും ടെക്നിക്കൽ ആ വളർച്ചയും അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ നല്ല സാധനങ്ങൾ നമുക്ക് തരുന്നത് എന്നുള്ളത്, കാരണം അവരിത് കണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ്. എൻ്റെ ഫ്യൂച്ചർ സംഭവം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ ശ്യാമപ്രസാദിൻ്റെ ഒരു പടം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഞാനും എൻ്റെ ഭാര്യയും കൂടി ആൻ അഗസ്റ്റിൻ്റെ അച്ഛനും അമ്മയായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്, അഭിനയത്തിൻ്റെ രീതിയിലുള്ളത്. സത്യത്തിന്റെ മുഖം നീ അതിന് കൊടുക്കുന്ന മുഖമാണ്. Don't you dare command to me! ഈ നവതരംഗ സിനിമയിൽ ധാരാളം ചലച്ചിത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ പറഞ്ഞതുപോലെ മുൻ കാലഘട്ടങ്ങളിൽ മോണിറ്റർ പോലും കാണാതെ അഭിനയിച്ചിരുന്നതിൽ നിന്ന് മാറി ഇന്ന് ഡിജിറ്റൽ വിപ്ലവം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 129ഓളം ചിത്രങ്ങൾ ഇറങ്ങി. ഇപ്പോൾ തന്നെ ധാരാളം ചിത്രങ്ങൾ തിയേറ്ററിൽ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു പുതുമുഖ സംവിധായകൻ എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം സിനിമ ഒരു കാലത്ത് സിനിമ ഇല്ലാതെ തിയേറ്ററുകൾ പൂട്ടിപ്പോവുകയായിരുന്നു. ഇപ്പം സിനിമ പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകളില്ലാതെ സിനിമ 2 ഷോ, 1 ഷോ, മോർണിംഗ് ഷോ, നൂൺ ഷോ, അങ്ങനെ വീതം വെച്ചാണ് ഇപ്പോഴത്തെ സിനിമയുടെ അപ്പം സിനിമ ഒരിക്കലും ഒരു തളർച്ചയായിരുന്നില്ല, അത് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബ്രേക്കിൽ നിന്നുണ്ടാകുന്ന ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ തിയേറ്ററുകൾ ഉണ്ടാവണം. കൂടുതൽ തിയേറ്ററുകൾ ഉണ്ടായാൽ നല്ല പടങ്ങൾ കൂടുതൽ സമയം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പറ്റും. നല്ല സിനിമകൾ അത് സ്ലോ പിക്കപ്പ് ആയിരിക്കും. എപ്പോഴും അങ്ങനെയാണ് എല്ലാം കണ്ടിരിക്കുന്നത്. അത് സാവധാനം അത് പിക്കപ്പാവും. അത് പിക്കപ്പായി വളരെ ദീർഘകാലം ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. മറ്റുള്ള പടങ്ങൾ പോലെയല്ല, ഫാസ്റ്റായിട്ട് വരുന്നു, പെട്ടെന്ന് പോയി അത് മനസ്സിൽ തങ്ങി നിൽക്കാറേ ഇല്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി 2 സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോഴേ ആ സിനിമയെക്കുറിച്ച് നമ്മൾ മറന്നുപോകും. ഇത് നല്ല സിനിമകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ 2-3 മാസങ്ങളും അല്ല വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ പല സിനിമകളും ഓർത്തിരിക്കുന്നത് അതൊരു നല്ല സിനിമയാണ്. ആ സിനിമകളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അത് പ്രദർശിപ്പിച്ച സമയങ്ങളിൽ വളരെ സ്ലോ ആയിരുന്നു ആ സിനിമകൾ. വളരെ ദീർഘമായ കാലം നിന്നു തിയേറ്ററിൽ. അതിനൊരു സ്പേസ് വേണം. മലയാള സിനിമയിൽ അഭിനയത്തിലും അതുപോലെ തന്നെ നർത്തകൻ എന്ന രീതിയിൽ വളരെയധികം പ്രാമുഖ്യം അല്ലെങ്കിൽ നേടിയിട്ടുള്ള വിനീത് എന്ന നടനോടൊപ്പമുള്ള അനുഭവം, അതിനെക്കുറിച്ച് ഇനിയൊക്കെയൊന്ന് പറയാം. വിനീതേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്യഭാഷകളിലും അഭിനയിച്ച പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പെയറായിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്പെഷ്യലി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഒരു ചെറിയ എക്സ്പ്രഷൻസ് ആയിരുന്നാലും ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരുന്നാലും ഞാൻ അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ ചെയ്താൽ ഇന്ന രീതിയിൽ ഭംഗിയാവും, അല്ലെങ്കിൽ ഇത് വൃത്തികേടാണ്, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറേ ഡിസ്കഷനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നല്ലൊരു കെമിസ്ട്രിയൊക്കെ ഉണ്ടായിരുന്നു വിനീതേട്ടനുമായിട്ട് ചെയ്യുമ്പോൾ. എനിക്ക് ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് തോന്നിയത് ശരിക്കും. വളരെയധികം പാട്ടുകൾക്ക് പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയാണ്. ചിറ്റൂർ ഗോപി വീണ്ടും രചന നിർവഹിക്കുന്നു. റാഫേൽ ജോസ്, റോണി റാഫേലിൻ്റെ സംഗീതം. ഈ ചിത്രത്തിൻ്റെ പാട്ടുകൾ ഈ സിനിമയുടെ കഥാഗതിയുമായി എത്രത്തോളം യോജിച്ചു പോകുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാം. ആക്ച്വലി ഇത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ഒരു ബൃഹത്തായ സംഭവമായിരുന്നു. ഒരു IT ത്രെഡിനൊപ്പം തന്നെ ഞാൻ വേറെ 2 ത്രെഡും കൂടി ഈ മൂവിയിൽ നമ്മൾ ഇനിഷ്യലി ഫസ്റ്റ് സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന ഒരു ത്രെഡ്, പിന്നെ ഒരു IT ത്രെഡ്, പിന്നെ IT-യിൽ നിന്ന് ആ ത്രെഡിൽ നിന്ന് സ്റ്റെം ചെയ്യുന്ന ഒരു മർഡർ മിസ്റ്ററി. അപ്പോൾ ആ വീട്ടിലത്തെ ത്രെഡിൽ നമ്മൾ കുറച്ച് റൊമാൻസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട്, കാരണം കുറച്ച് കുസൃതി, ഒരു എന്താ പറയുന്ന ഒരു ചാരുതയുള്ള, ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുസൃതി നിറഞ്ഞ ഒരു റൊമാൻസ്.
അപ്പോൾ അതിലായിരുന്നു ആക്ച്വലി ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്. പിന്നെ ഈ മൂവിയുടെ ഒറിജിനൽ ശരിക്കുള്ള മെയിൻ തീമിലേക്ക് വന്ന് ചേരുന്ന ഒരു കഥ, ഒരു കവിതയുണ്ടായിരുന്നു. അത് നമ്മുടെ സുദീപ് പാടിയ നൊമ്പരക്കൂടി എന്നുള്ളത്. പിന്നെ ഒരു IT-യിൽ എല്ലാവരെയും രസിപ്പിക്കാനൊക്കെ ഒരു പെപ്പി സോങ്, ഒരു ഫാസ്റ്റ് നമ്പർ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനലി നമ്മൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു എഡിറ്റിങ്ങിലും പിന്നെ നമ്മൾ ഫൈനലി വന്ന് എഡിറ്റിംഗ് ടേബിളിലും ഒക്കെ നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അധികം ആക്ച്വലി എന്താ പറയുക, ഇത്ര ബൃഹത്തായുള്ള സാധനമൊന്നും കാണാനുള്ള സമയമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ത്രെഡുകൾ വെളിയിലേക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ട് പോയ പോലെ നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ച് ട്രിം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ നമുക്ക് ട്രിം ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ മൂവിയുടെ ഈ കഥ പറച്ചിൽ, കാരണം വെറുതെ ഒരു മർഡർ മിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു ട്രാപ്പോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ കണ്ടന്റ്. ഞാൻ വിശ്വസിക്കുന്നത് ഇമോഷണൽ കണ്ടന്റോ ഒരു ചെറിയൊരു ബാക്കിങ്ങോ ഇല്ലാത്ത ഒരു സാധനവും ബിനോയ് പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കില്ല. നിങ്ങൾക്കൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ നിങ്ങൾക്ക് ഭയങ്കര സ്പീഡിൽ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ അത് പറയുന്ന പോലെ ബിനോയ് പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് വെളിയിലാവുക, മറന്നുപോയി നിങ്ങൾ. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ഒരു കഥയല്ല ആവശ്യം. ആൾക്കാർ ഇച്ചിരിയെങ്കിലും ഒരു ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരു മനസ്സിൽ ഒന്ന് കുറച്ച് നാളെങ്കിലും കൊണ്ടു നടക്കുന്ന ഒരു ത്രെഡ് ആവണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് മാത്രം നിൽക്കുന്ന ചില സോങ് സിറ്റുവേഷൻസ് നമ്മൾ എടുത്തിട്ടാണ്. അപ്പോൾ അതിൽ 2 പാട്ട് ഇപ്പം നമ്മൾ മൂവിയിൽ കാണിക്കുന്നത്. Shadows आगे गोभी इफल salam baki programs okay busy desktop మొత్తం messy system accidere out of memory vere boss in warning sarvatra loss of base suchicho prematil pettalo problems kattayam I love you soliya kondar vinnane prematil pettalo problems kattayam I love you soliya kondar vinnane arano endano engonnano omega.exe എന്ന ഈ ചിത്രം ഒരു വൻ വിജയമായി തീരട്ടെ. തിരക്കഥയിൽ പങ്കെടുത്തതിന് സംവിധായകൻ ബിനോയ് ജോർജ്, തിരക്കഥാകൃത്ത് ശ്രീ ഷാജി ഫ്രാൻസിസ്, ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇനിയ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു.